Hello guys, today I am going to continue the general microbiology. Okay, gram staining, it's the most widely used staining in bacteriology. Smear stained with gentian violet, it's a primary stain, and then followed by application of dilute solution of iodine or gram iodine, then discoloration with organic solvents like ethanol or acetone, then counter staining. With this gram staining, we can classify organisms into gram positive and gram negative. Gram positive organisms will retain primary stain, and the gram negative organism will take up the counter stain, which appears red, and which grams positive will appear as violet. Okay, so അതായത് സ്മിയർ നമ്മൾ ഗിവൺ സ്മിയറിനെ ആദ്യം ജെൻഡൻ വയലറ്റ് പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് അയഡിൻ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാംസ് അയഡിൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം നമ്മൾ എത്തനോൾ അല്ലെങ്കിൽ അസറ്റോൾ പോലെയുള്ള ഓർഗാനിക് സോൾവെൻറ്റ് വെച്ച് ഡീകളറൈസ് ചെയ്യുന്നു. എന്നിട്ട് കൗണ്ടർ സ്റ്റെയിനിങ് ആയിട്ട് കാർബൺ ഫിഷനും ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പിന്നെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വയലറ്റ് കളറിലാണ് ഉള്ളതെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം, ആൻഡ് റെഡ് കളറിലാണ് ഉള്ളതെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. അതായത് ആദ്യമേ കൊടുത്ത പ്രൈമറി സ്റ്റെയിനിനെ അവർ റീറ്റെയിൻ ചെയ്തു, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളത്. ബട്ട് ഗ്രാം നെഗറ്റീവിൻ്റെ കേസിൽ ദേ ഫെയിൽ ടു റീറ്റെയിൻ ദ പ്രൈമറി സ്റ്റെയിൻ, സോ ദേ ടുക്ക് വോട്ട് കൗണ്ടർ സ്റ്റെയിൻ. അതുകൊണ്ടാണ് ലൈക്ക് റെഡ് കളറായിട്ട് കാണുന്നത്. സോ ഈ ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. സോ റിമെമ്പർ ദീസ് തിങ്സ്. ജെൻഡൈൻ വയലറ്റ് ആണ് പ്രൈമറി സ്റ്റെയിൻ, and ethanol is the decolorizing agent, and iodine is used as a mordant, and carbol is the counter staining. So we can differentiate organisms into gram positive and gram negative. So gram positive organism will resist decolorization and retain primary stain, appears violet. You can see ഒരു മൈക്രോസ്കോപ്പിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. നമുക്ക് വയലറ്റ് കളേഴ്സ് ആയിട്ട് കാണുന്നതാണ് ഗ്രാം പോസിറ്റീവ്, ആൻഡ് വി ക്യാൻ സീ റെഡ് കളർ ഓർഗാനിസംസ്. സോ ഇറ്റ്സ് ഗ്രാം നെഗറ്റീവ്. സോ which undergo decolorization by organic solvent and takes counter stain and appears red. So let's move on to the principle of gram staining. ഈ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് എന്തിൻ്റെ ഡിഫറൻസിൻ്റെ ബേസിസിലാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി സെൽ വാൾ. സോ ഇൻ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ദർ ഇസ് എ തിക്ക് ലെയർ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. സെൽ വാളിൽ ഒരു തിക്ക് ലെയർ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ പ്രസൻ്റ് ആണ്. എവിടെ? ഗ്രാം പോസിറ്റീവിലും. ഗ്രാം നെഗറ്റീവിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്, എന്നാലും വളരെ തിന്നാണ്. അതിന് പുറമെ ഒരു ഔട്ടർ സെൽ മെംബ്രെയിൻ കൂടിയുണ്ട്. നോട്ട് സീൻ ഇൻ ഗ്രാം പോസിറ്റീവ്. ഗ്രാം പോസിറ്റീവിൽ അങ്ങനെ ഒരു ഔട്ടർ സെൽ മെംബ്രെയിൻ ഇല്ല. ദിസ് തിക്ക് വാൾ ട്രാപ്സ് ദി പ്രൈമറി സ്റ്റെയിൻ. ഓക്കെ, ആ പ്രൈമറി വരുന്ന ഈ സ്റ്റെയിന് എന്താണ്? ഈ തിക്ക് വാൾ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ട്രാപ്പ് ചെയ്യും. സോ അതിനെ റിലീസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഏതാ? ഡീകളറൈസിങ് ഏജൻറ്റ് വരുമ്പോൾ. സോ നോട്ട് ഡീകളറൈസ്ഡ് ബൈ എഥനോൾ, ബട്ട് ദി ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് പാർഷ്യലി ഡിസോൾവ് ഇൻ എത്തനോളിന് പാർഷ്യലി ഡിസോൾവ് ആവുകയും പ്രൈമറി സ്റ്റെയിൻ എന്ത് ചെയ്യും? വാഷ്ഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് അത് കൗണ്ടർ സ്റ്റെയിൻ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ ഇൻ പോസിറ്റീവ് ബാക്ടീരിയ, ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ദിസ് ഇസ് ദ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയർ. സി, കമ്പയർ ദിസ് ഈസ് വെരി തിക്ക് ആൻഡ് ദിസ് ഈസ് തിൻ. ഇത് വളരെ കട്ടിക്കുള്ളതും ഇത് വളരെ തിന്നാണ്. ഇതിൻ്റെ പുറമെ ഒരു ഔട്ടർ മെംബ്രെയിൻ കൂടെ ഉണ്ട്, വിച്ച് ഈസ് പാർഷ്യലി ഡിസോൾവ് ബൈ ദി എത്തനോൾ. ഡീകളറൈസിങ് ഏജൻറ്റ് പാർഷ്യലി ഡീകളറൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഔട്ടർ മെംബ്രെയിൻ, ബട്ട് ദർ ഇസ് നോ ഔട്ടർ മെംബ്രെയിൻ ഫോർ gram positive. So remember, the integrity of the cell wall is essential for positive stain. The gram positive bacteria become gram negative when the cell wall is damaged. Okay, ഈ സെൽ വാള് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ there is no use for gram staining. There is no use of gram staining. gram staining ചെയ്താലും നമുക്ക് നെഗറ്റീവ് റിസൾട്ടേ കിട്ടും. വൈ? ഈ സെൽ വാളിൻ്റെ ഈ കണ്ടന്റ് ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് വി ആർ ഗെറ്റിംഗ് gram positive result. Okay, so integrity of cell wall is very essential. Then a few examples of gram positive and gram negative.
Gram-positive cocci are there, bacilli are there. Few examples are Staphylococcus, Streptococcus and Enterococcus, and some bacilli are actinomycetes, Bacillus, diphtheria, etc., Clostridium, etc. And gram-negative cocci are Neisseria and Moraxella, and gram-negative bacilli, or most others are actually gram-negative bacilli, E. coli, Salmonella, Pseudomonas, H. pylori, etc. Okay, so these are the examples. And now let's move on to acid-fast staining or Zeal-Nielsen stain. It's actually introduced by Eldridge and modified by Zeal and Nielsen, which is Mycobacterium staining. Actually, it is used to stain Mycobacterium species. These are the method. Okay, these are the steps. Okay, smear stained by carbon fission, decolorized by 20% sulfuric acid, counter staining by methylene blue. We will get acid-fast organism and non-acid-fast organism. The acid-fast organism retain the primary stain, which is red in color, and the non-acid-fast organism takes up the methylene blue, which appears as blue color. Okay, ആദ്യം നമ്മൾ സ്മിയർ എടുക്കുന്നു. സ്മിയറിനകത്തേക്ക് കാർബൺ ഫിഷൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 20% H2SO4 വെച്ചിട്ട് അതിനെ ഡീകളറൈസ് ചെയ്യുന്നു. എന്നിട്ട് മെത്തിലീൻ ബ്ലൂ കൊടുത്ത് അതിനെ കൗണ്ടർ സ്റ്റെയിനിങ് നടത്തുന്നു. സോ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് വെച്ചാൽ ആസിഡ് ഫാസ്റ്റിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുക. ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത്. നോൺ ആസിഡ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. So they will undergo decolorization and takes up the secondary staining. So point to be noted, concentrated carbon fusion is used as primary stain, and 20% sulfuric acid or 5% sulfuric acid is used as decolorizing agent. Methylene blue is used as counter stain. So നമ്മൾ മൈക്രോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ for an acid fast bacteria resists decoloration with acids and appears red color of the carbon fission, and in blue color of methylene blue background of pus cells and epithelial cells. Okay, these are the pus cells or epithelial cells, and these are the bacteria appearing red in color. Okay, example given is Mycobacterium tuberculosis. Okay, then the principle for the acid fastness is increase in lipid content, fatty acid. Okay, ലിപ്പിഡ് കണ്ടൻറ്റ് ഫാറ്റി ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ആസിഡ് ഫാസ്റ്റ്നെസ് കൂടുന്നു. സോ ദി മെയിൻ ഫാറ്റി ആസിഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ആസിഡ് ഫാസ്റ്റ്നെസ് ഇസ് mycolic acid, which is present in the cell wall of Mycobacterium. In examples of organisms showing acid fastness is Nocardia, then Rhodococcus, Mycobacterium, Cryptococcus, etc. Bacterial spores also. Then these are the modifications of this acid fast staining, where the decolorizing agent used is 5% for Mycobacterium lepra and 1% sulfuric acid for actinomycosis, and 0.5 actinomycetes, and 0.5% H2SO4 for Nocardia, and 0.25 and 0.5% H2SO4 for oocyst of Cryptosporidium and Isospora and bacterial spores. Okay, point to be noted. എന്തുകൊണ്ട് ഈ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ആസിഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിളാണ് മൈക്കോബാക്ടീരിയം ലെപ്ര ഈസ് ലെസ് ആസിഡ് ഫാസ്റ്റ് ദാൻ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അതുകൊണ്ടാണ് നമ്മൾ 5% H2SO4 യൂസ് ചെയ്യുന്നത് 20%-ന് പകരം. സോ ദി നെക്സ്റ്റ് സ്റ്റെയിനിങ് ഇസ് ആൽബർട്ട് സ്റ്റെയിൻ. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ആൽബർട്ട് സ്റ്റെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്റ്റെയിൻസ് ആണ്, ആൽബർട്ട് സ്റ്റെയിൻ 1 ആൻഡ് ആൽബർട്ട് സ്റ്റെയിൻ 2. ആൽബർട്ട് സ്റ്റെയിൻ 1-ലുള്ളത് ട്വൽദീൻ ബ്ലൂ, മെലങ്കൈറ്റ് ഗ്രീൻ, glacial acetic acid, alcohol and distilled water, where Albert stain 2 contain iodine, potassium iodide and distilled water. So ഇനി നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുകയാണ് ആൽബർട്ട് സ്റ്റെയിൻ ചെയ്തത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കാണുക. ഗ്രീൻ കളറിലായിരിക്കും നമ്മുടെ അതായത് കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഇമേജാണ്, മൈക്രോസ്കോപ്പിക് ഇമേജാണിത്. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ഗ്രീൻ കളറിലും അതിൻ്റെ എൻസിൽ മെറ്റോക്രോമാറ്റിക് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണും. സോ ഇറ്റ് ഈസ് ദി
microscopic diagram of Albert stained Corynebacterium diphtheria. Okay, thank you.